ഒരുത്തൻ ചാടിച്ചത്തു. അതിന് ബാക്കിയുള്ളവരെന്തിനാ സഹിക്കുന്നത്? മരപ്പാഴുകൾ. ഈ ഹർത്താലോടുകൂടി മരിച്ച കുട്ടിയോട് തോന്നിയ അനുകമ്പ കൂടി ഇല്ലാതാവും. സോഷ്യൽ മീഡിയ തുറന്നാൽ പ്രബുദ്ധ മലയാളി ഇങ്ങനെ ആറാടുകയായിരുന്നു. നമ്മൾ മലയാളികൾക്ക് ചില സ്വയം പ്രഖ്യാപിത വിശേഷണങ്ങളുണ്ട്. നമ്മൾ പ്രബുദ്ധരാണ്, സാക്ഷരരാണ്, വിവേചനമില്ലാത്തവരാണ്. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ 28 ചൊവ്വാഴ്ച കേരളം കണ്ടത് ഈ പ്രബുദ്ധതയുടെയും സമത്വത്തിൻ്റെയും മുഖംമൂടി പിച്ചിച്ചീന്തപ്പെടുന്ന കാഴ്ചയാണ്. കേരളത്തിലെ 52 ദളിത് സംഘടനകൾ ഒരുമിച്ച് പ്രഖ്യാപിച്ച ഹർത്താൽ ഒരു മുന്നണി രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെ, ഒരു കൊടിമരത്തിൻ്റെയും നിഴലില്ലാതെ, സ്വന്തം സമുദായത്തിലെ ഒരു വിദ്യാർത്ഥി ജാതീയതയുടെ ഇരയായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ തെരുവിലിറങ്ങിയവർ. അവിടെയാണ് നമ്മൾ നമ്മുടെ ശരിക്കുമുള്ള ജാതിവരി പുറത്തെടുത്തത്. ഇതേ പ്രബുദ്ധ മലയാളിയോട് ഒരു ചോദ്യം: വിലക്കയറ്റത്തിനെതിരെയോ ലേബർ കോഡിനെതിരെയോ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തുമ്പോൾ നിങ്ങളിങ്ങനെ പ്രതികരിക്കാറുണ്ടോ? ഇല്ല. കാരണം അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയും അത് നിങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനയുമാണ്. അതേസമയം ഒരു കൂട്ടം മാധ്യമങ്ങൾ ഹർത്താലിന് മുൻപേ ഇതത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് വരുത്തി തീർക്കാൻ മത്സരിച്ചു. സമരമുണ്ടായ സാഹചര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ വരുത്തുന്നതിനു പകരം തിരക്കിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച വിശിഹ അവതാരങ്ങളായി അവർ മാറി. സമരത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചർച്ച ചെയ്യാൻ അവർക്ക് സമയമില്ല. കാരണം സമരം ചെയ്യുന്നത് ദളിത് ആദിവാസി സംഘടനകളാണ്. അവർക്ക് വേണ്ടി സംസാരിച്ചാൽ റേറ്റിംഗ് കിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നീതി മാധ്യമങ്ങൾക്ക് അത്ര പ്രധാനമല്ലായിരിക്കാം. കോളേജിൽ പഠിച്ച് ഡോക്ടറാവാൻ പോയ ഒരു വിദ്യാർത്ഥി ജാതി വിവേചനത്തിന്റെ പേരിൽ മരണപ്പെടുന്നു. ആ വിഷയം ഏറ്റെടുക്കാൻ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുന്നില്ല. കോടതി ജാമ്യം നിഷേധിച്ചിട്ട് പോലും പ്രതിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല. അവിടെയാണ് 52 സംഘടനകൾ ഒന്നിച്ച് തെരുവിലിറങ്ങുന്നത്. സ്വന്തം സൗകര്യങ്ങൾക്ക് ചെറിയൊരു തടസ്സം വരുമ്പോൾ അസ്വസ്ഥരാകുന്ന മലയാളിക്ക് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ വേദന മനസ്സിലാകില്ല. ഈ സംസ്ഥാനത്തിന്റെ ദേവസ്വം മന്ത്രി പോലും അമ്പലത്തിൽ വെച്ച് ജാതീയത നേരിട്ടു എന്ന് തുറന്നു പറഞ്ഞ നാടാണിത്. വിഷപ്പടക്കാൻ ഒരു പിടി അരി മോഷ്ടിച്ചു എന്നാരോപിച്ച് അട്ടപ്പാടിയിലെ മധുവിനെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയപ്പോഴും നമ്മുടെ നിയമം നിശബ്ദമായിരുന്നു. വിജയ് മല്യ 9,000 കോടി മോഷ്ടിച്ച് നാടുവിടുമ്പോൾ ഒന്നും ചെയ്യാത്ത ഇതേ സിസ്റ്റമാണ് അരി മോഷ്ടിച്ചവനെ തല്ലിക്കൊല്ലാൻ മടിക്കാത്തത്. സാക്ഷര കേരളത്തിന്റെ നീതിബോധം ഇങ്ങനെയൊക്കെയാണ്. സിസ്റ്റം പോലും ജാതീയമായാണ് ഉണരുന്നത് എന്ന് വ്യക്തമായിരുന്നു ആ ഹർത്താൽ ദിനം.